മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജി കമ്പനിക്കെതിരായ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിനെ രാഷ്ട്രീയമായി പ്രതിരോധിച്ച് CPIM EDയുടെയും CBIയുടെയും അന്വേഷണത്തിനുള്ള നീക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് എന്നാണ് നേതാക്കളുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പിൽ CPIM BJPയെ സഹായിക്കുന്നതോടെ നിലവിലെ അന്വേഷണം വഴിമുട്ടും എന്നാണ് UDF നേതാക്കൾ ആരോപിക്കുന്നത്. ഇന്നത്തെ ലീഡ് സ്റ്റോറിയിലേക്ക്. കരിമണൽ കമ്പനിയായ CMRLുമായി ബന്ധപ്പെട്ട എക്സാലോജിക്കിന്റെ ഇടപാടുകൾ ദുരൂഹമാണെന്നാണ് ROC റിപ്പോർട്ട്. രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണങ്ങളെ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. എക്സാലോജിക്ക് രേഖകൾ ഹാജരാക്കിയില്ലെന്ന ROC റിപ്പോർട്ടിലെ പരാമർശങ്ങൾ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ തള്ളി. ആദ്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ കൃത്യമായൊരു അന്വേഷണം നടത്തട്ടെ. ഏത് അന്വേഷണമായാലും ഞങ്ങൾക്ക് ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. ROC റിപ്പോർട്ട് ആയുധമാക്കുമ്പോഴും കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിന് വിശ്വാസ്യതയില്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. കോടതിയുടെ മേൽനോട്ടത്തിൽ CBIയോ EDയോ അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ പ്രൊവിഷനിൽ വന്നാൽ അത് അന്വേഷിക്കേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റാണ്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ പരിധിയിൽ വന്നാൽ അത് അന്വേഷിക്കേണ്ടത് CBI ആണ്. അപ്പോൾ CBIയും EDയും അന്വേഷിക്കേണ്ട കേസാണ് ഇത് എന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കുന്നു. ലാവ്ലിൻ കേസ് പോലെ എക്സാലോജിക്കിനെതിരായ അന്വേഷണവും ഫ്രീസറിലേക്കാണ് പോകുന്നതെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പ്രതികരിച്ചു. അഴിമതി കണ്ടെത്തിയിട്ടും മുഖ്യമന്ത്രി പ്രതികരിച്ചില്ലെന്നാരോപിച്ച കേന്ദ്രമന്ത്രി V മുരളീധരൻ പ്രതിപക്ഷ നിലപാടിനെയും ചോദ്യം ചെയ്തു. ഇതിനേക്കാൾ വലിയ അഴിമതി ഇത്രയും വ്യക്തമായിട്ട് പുറത്തു വന്നതിന് ശേഷം മുഖ്യമന്ത്രി ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബാംഗ്ലൂരാണ്. കർണാടകം ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്. CBIയുടെയോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയോ ഒക്കെ അന്വേഷണം VD സതീശൻ കർണാടകത്തിലെ കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെടുമോ? എക്സാലോജിക്കിനെതിരായ അന്വേഷണത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് BJP കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. 24 തിരുവനന്തപുരം.